ചെങ്ങൈമാർ അങ്കമാലിയിലാണ്. അങ്കമാലിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങി കയറി കേട്ടോ. ഹായ് ചെങ്ങൈമാരെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറങ്ങുന്ന സമയം എന്ന് പറഞ്ഞാൽ 9:10 ഇറങ്ങുന്നത്. ഇന്ന് ഉച്ചവരല്ലേ ഓട്ടോ ഉള്ളൂ. ഉച്ചയ്ക്ക് ശേഷം വേറെ വഴിക്ക് തിരിയാറുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഇത് 1-2 ദിവസമായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളൊരു ചെറിയൊരു യാത്രയാണ് ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ അതുകൊണ്ട് ഉച്ച വരത്തെ ഒരു ഓട്ടം എന്നുണ്ടാവുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ വേറെ ഏരിയ പിടിക്കുകയാണ്. ആരും ജനിച്ചില്ലല്ലോ? ആരും ജനിച്ചിട്ടില്ല. ആരെയൊക്കെ ചെറിയ ജലദോഷം ഉണ്ട്. ഇന്ന് സ്കൂൾ പറഞ്ഞേക്കണ്ട. അപ്പോൾ ചെറിയ ജലദോഷം ഉണ്ട്, മൂക്കുന്നൊക്കെ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഞാൻ അതവേ ആശുപത്രിക്ക് പോകണമെങ്കിൽ മരുന്നുണ്ടോ? അവളെ കാണിച്ചേ. പിന്നെ അതുണ്ടെങ്കിൽ ഇപ്പോൾ അത് ഉപയോഗിക്കില്ല എന്നാണെങ്കിൽ നമുക്ക് അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഞാൻ ഇറങ്ങട്ടെ കേട്ടോ. 9:20 ആകുമ്പോഴേക്കും സ്റ്റാൻഡിലേക്ക് എത്തണം. അങ്ങാടി എത്തിയപ്പോൾ തന്നെ ശോകത്തിൻ്റെ ഒരു കാര്യം കേട്ടോട്ടാ. കാരണം ലൈനിൽ എത്രങ്ങാനും വണ്ടിയാ. ഓ മൈ ഗോഡ്, എന്ത് ചെയ്യാൻ നമ്മളെയാ. കുഴപ്പമില്ല, നമ്മള് ഉച്ച വരെയുള്ള പെട ആകുമ്പോൾ നല്ല രീതിയിൽ പെടക്കണം. ഇതിന് ശേഷം നമ്മൾ നിൽക്കുന്ന സ്ഥലം തന്നെ മാറും. അതാണ് രസം. ചെങ്ങന്മാരെ 10:15 നേരം വരെ ഒരു ലോക്കൽ പോലും കിട്ടിയില്ല. ഫസ്റ്റ് ലോക്കൽ പോലും എത്തിയില്ല. ഇപ്പോഴും ഒരു 6ാമത്തെ വണ്ടിയായിരിക്കും ഞാൻ. എന്താ പറയുക, മോശമാണ്. പിന്നെ ടീം പണ്ട സൗദി ചെക്കന്മാരെല്ലാവർക്കും നല്ലൊരു ഹായ് ഉണ്ട്. നമ്മുടെ സൗദിയിലുള്ള ടീമാണ്. അവരെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നല്ലൊരു ഹായ്. പിന്നെ വിഷ്ണു, എൻ്റെ പേര് തന്നെ ഞാനൊരു ഹായ്. എനിക്കല്ല, വേറെ വിഷ്ണു ഉണ്ട്, നമ്മുടെ പ്രേക്ഷകനായിട്ടുള്ളത്. പിന്നെ നിഷാസ് മുഹമ്മദ്, ആസിഫ്, പിന്നെ നേത്രമോൾക്ക്, നമ്മുടെ പൂനെയിലുള്ള ആളുകളാണ്. അന്ന് നമ്മൾ ഓട്ടോ ലൈഫൊക്കെ ചെയ്തപ്പോൾ ഞാൻ മറന്നിട്ടില്ല ചേച്ചി, എനിക്കറിയാം. പൂനെയിലുള്ള ഓർമ്മയുണ്ട്, നന്നായിട്ട് ഓർമ്മയുണ്ട്. എന്തായാലും നേത്രമോളെ കൊണ്ട് ഞാൻ ആര്യ എണീറ്റില്ല ഞാൻ പോകുന്നപ്പോഴേ. അപ്പോൾ ഇനി ഞാൻ ഞാൻ ഉച്ചയ്ക്ക് പോകുമ്പോൾ ആര്യനെ കൊണ്ട് മറന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആര്യനെ കൊണ്ട് നല്ലൊരു ഹായ് പറയിപ്പിക്കാം. എന്തായാലും മോൾക്ക് എൻ്റെ നല്ലൊരു ഹായ് ഉണ്ട്. ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ഒരു ദിവസം ആളുകളൊക്കെ ഇങ്ങനെ ഇറങ്ങുന്നുള്ളൂ. എന്താ പറയുക, ഞങ്ങളുടെ നാട്ടിലൊക്കെ എല്ലാ നാട്ടിലും പറയുന്നതാണ് ചൊവ്വാഴ്ച അത്ര നല്ല ദിവസമല്ല, അല്ലെങ്കിൽ ചൊവ്വാഴ്ച നമുക്ക് ആർക്കും അത്ര വലിയ ഇഷ്ടമല്ല. നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ മടിക്കുന്ന ഒരു ദിവസമായിട്ടൊക്കെയാണ് നമ്മൾ സാധാരണക്കാരെയൊക്കെ കാണുന്നത്. അതിലിപ്പോൾ എന്താ വെച്ചാൽ ഒന്നുമില്ല. പക്ഷേങ്കിൽ ഈ അതൊരു ചൊഗ്ഗില്ലാത്ത ദിവസം എന്ന് പറയും ഞങ്ങളുടെ. എന്നതുപോലെ ഇപ്പോൾ ചൊഗ്ഗില്ലാത്ത ദിവസത്താണ് ഇന്നത്തെ നമ്മുടെ യുദ്ധം. നോക്കുക, കുറച്ച് കൂടി ഇരുന്ന് എന്തെങ്കിലും കിട്ടുമോ ചെങ്ങന്മാരെ. അപ്പം നമുക്ക് കൈനീട്ടം കിട്ടിയത് 10:45 നേരമായി. നമ്മൾക്കൊരു 30 രൂപ കിട്ടാൻ വേണ്ടിയിട്ട്. 30 അല്ല, നമുക്ക് 40 രൂപ കിട്ടി. പറയുമ്പോൾ നമ്മൾ ആകെ ഒരു കിലോമീറ്റർ, കറക്റ്റ് 1 കിലോമീറ്റർ വന്നിട്ടുള്ളൂ. 1 കിലോമീറ്ററൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളവിടെ 1.5 കിലോമീറ്റർ വരെ 30 ആണല്ലോ. ഞാൻ പറയാറുണ്ട് 1.5 കിലോമീറ്റർ വരെ 30 രൂപയാണ് ഞങ്ങൾ വാങ്ങിക്കാറ്. അതിൽ 1 കിലോമീറ്റർ വന്നാലും നമ്മൾ 30 തന്നെയാണ്. ആ സ്ഥാനത്ത് നിന്ന് ഒരു താത്തയാണ് വണ്ടി വിളിച്ചത്. അവരെനിക്ക് 40 തന്നു. 40 തരാനുള്ള കാരണം, പോരുന്ന വഴിയിൽ ഇവിടെ ഗുഡ്സ് കണ്ടോ റൈറ്റ് സൈഡിൽ, അതുപോലെ ഗുഡ്സ് ഇനിയുണ്ട്, അപ്പുറത്തൊക്കെ ഉണ്ട്. മാങ്ങയാണ് കച്ചവടം ചെയ്യുന്നത്. അതുപോലെ ഇപ്പോൾ കുറച്ചുകൂടി മുന്നിലേക്ക് ഇങ്ങനെ പോകുന്ന അവിടെ മരങ്ങളൊക്കെ കാണുന്നില്ലേ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ റൈറ്റ് സൈഡിൽ കുറച്ച് പൂളയും അതുപോലെ തന്നെ പച്ച മാങ്ങയൊക്കെ ഉള്ള ഒരു കട. അപ്പോൾ ആ താത്ത എന്നോട് പറഞ്ഞു, വെറുതെ ഞങ്ങളോട് പാസ്സായി പോയപ്പോൾ എന്നോട് പറഞ്ഞു, ആ പൂള നല്ല പൂളയാണ്. പൂള എന്ന് പറഞ്ഞാൽ കപ്പ. ആ കപ്പ നല്ല കപ്പയാണ്. ഞാൻ എൻ്റെ നാട്ടിൽ പറയുന്ന പോലെ തന്നെയാട്ടോ ഞാൻ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ പൂളയ്ക്ക് വേറെ അർത്ഥം വരുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം. എന്നാലും ഞാൻ എൻ്റെ നാട്ടിലെ രീതിയിലാണ് കപ്പേനെ പറയുന്നത്. അപ്പോൾ പൂള നല്ല പൂളയാണ്. അവിടുന്ന് പൂള വാങ്ങണം എന്ന് പറഞ്ഞു. ബാക്കിക്ക് പോരാൻ പറ്റും. ബാക്കിക്ക് വരാൻ വേണ്ടി പറ്റില്ല, നമുക്ക് തിരിച്ചു പോയിട്ട് വാങ്ങാമെന്ന് പറഞ്ഞു. തിരിച്ചു പോയി വാങ്ങി. അവർ പൂള മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ അവർ മാങ്ങ അതും വാങ്ങി. അങ്ങനെയാണ് ഞങ്ങൾ വണ്ടിൻ്റെ സൗണ്ട് ആപ്പയാണത്. അങ്ങനെയാണ് ഞാൻ അവരെ കൊണ്ടുവിടുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതായത് എനിക്ക് 30 രൂപ തന്നെ മതി. എനിക്കറിയാം 30 രൂപയ്ക്കുള്ള ഓട്ടം അതുള്ളൂ. അവർ ആ ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി 5 മിനിറ്റിനടുത്ത് എടുത്തിട്ടുള്ളൂ. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിർത്തിയേക്കായിരുന്നു, ഓഫാക്കിയില്ല. അപ്പോൾ അവരെനിക്ക് 40 രൂപ 50 രൂപ എന്നിട്ട് അത് വെച്ചോന്ന് പറഞ്ഞു. അത് വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അത്ര അതിൻ്റെ വെയിറ്റിംഗ് കാര്യമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞു. 5 മിനിറ്റ് തന്നെ തികഞ്ഞില്ല, 5 മിനിറ്റിനുള്ളിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വേണ്ട, അത് അതിൻ്റെ ആവശ്യമില്ല, വെയിറ്റിംഗ് ഒന്നും വന്നില്ല. എന്നൊരു 10 എടുക്ക്, എൻ്റെ ഞാൻ ഇഷ്ടപ്പെട്ട് തരുന്നല്ലോ, ഒരു 10 എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 10 രൂപ എടുത്ത്
അങ്ങനെ അവർ 40 രൂപ. ഇവിടെ ഈ താത്താമാർക്ക് വണ്ടിയാണോ? ആണോ? അവർക്ക് വണ്ടി വേണം, ഓരോ കൊണ്ടുപോട്ടോ. ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പറഞ്ഞില്ലേ, 2 താത്താമാരവിടെ ഉണ്ട്. ഒരു വണ്ടിക്കാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ വണ്ടിക്കുള്ള ആളുകളെ കണ്ടാൽ നമുക്ക് വേഗം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കാരണം അവർക്കൊരു തപ്പിത്തടവ് ഉണ്ടാവും, വണ്ടികൾ പോകുന്ന വണ്ടികളൊക്കെ നോക്കുന്നുണ്ടാവും. അങ്ങനെയൊക്കെ ഒരു തപ്പിത്തടവ് അവർക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ എന്നോട് ചോദിച്ചു, വെറുതെ ഒന്ന് നോക്കിയപ്പോൾ അവർ അങ്ങോട്ടേക്ക് പോവോ, അതായത് റിട്ടേൺ. ഇപ്പം നമ്മൾ പോകുന്ന വഴി തന്നെയാണ്, പോവോ ചോദിച്ചു. ഓക്കെ, റെഡിയാണ്, കൊണ്ടുവിട്ട്. അങ്ങനെയെങ്കിൽ നമ്മൾക്കിപ്പോൾ 70 രൂപയായിട്ടുണ്ട്. ഈ ഒരു ട്രിപ്പ് കിട്ടിയത് നമുക്ക് സ്റ്റാൻഡിൽ തള്ളിയിട്ടില്ല, സ്റ്റാൻഡിൽ നിർത്തിയിട്ടില്ല, വണ്ടി ഓഫ് ചെയ്തിട്ടില്ല. എല്ലാം കൊണ്ട് നമുക്ക് ലാഭകരമായിട്ടുള്ള ട്രിപ്പാണത്. ഓഫ് റോഡ്, കട്ട് റോഡ്, അത്ര റോഡുകളില്ല, എല്ലാം കൊണ്ടും നമുക്ക് നല്ലതാണ്. നേരെ നൻപൻ സഹീർ എന്ന് പറയും. ഓട്ടോ ഡ്രൈവറാണോ? വണ്ടി ഓഫ് ആയിട്ടതാ. ഓട്ടോ ഡ്രൈവറാണ്. അപ്പോൾ സഹീർ വിളിച്ചിട്ട് പറഞ്ഞു, ട്രിപ്പ് വന്നു. അപ്പോൾ ആ ട്രിപ്പ് എടുക്കാൻ വേണ്ടി പോകും. ലോക്കലാണ് എല്ലാ ഭാഗവും ഒക്കെ. അപ്പോൾ അതേ പോയി എടുക്കാൻ വേണ്ടി പോകട്ടോ. അത് നമ്മളിവിടെ എത്തി. നമ്മൾ മറ്റേ ട്രിപ്പ് കഴിഞ്ഞ് ഇവിടെ എത്തി ഒരു 5 മിനിറ്റ് ആയപ്പോഴാണ് സഹീർ വിളിക്കണേ. വണ്ടി 1-2 തള്ളണതിന് പ്രശ്നമൊന്നുമില്ല, ഇവിടെ സുഖം തള്ളാം. ഇവിടുന്ന് നാട്ടിലേക്ക് പോകുന്ന വഴി തന്നെയാണ്, നാട്ടിലേക്ക് പോകുന്ന വഴിയിലാണ്. ഞാൻ ഡ്രൈവർമാരോടൊക്കെ പറഞ്ഞിട്ടിരിക്കണേ, ഓരില്ലാത്ത നേരത്തുള്ള ട്രിപ്പൊക്കെ എന്നെ വിളിക്കാവോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അവരിങ്ങനെ ഇടക്കും നിരക്കൊക്കെ വിളിക്കും. അത് നമുക്ക് അവർക്കൊരു സഹായം, എനിക്കൊരു ഉപകാരം. അതുകൊണ്ട് വിട്ടു. അത് 30 രൂപ കിട്ടി. ഹോസ്പിറ്റലിലേക്കായിരുന്നു. ഞാൻ 12 വരെയൊക്കെ ഓടുള്ളൂ കേട്ടോ. അതായത് എനിക്ക് ഒരു സ്ഥലം വരെ പോകേണ്ടതാണല്ലേ, ഞാൻ പോകുന്നത് ട്രെയിനിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 12 ആകുമ്പോഴത്തേനും വീട്ടിലേക്ക് എത്തണം. വീട്ടിലേക്ക് എത്തിയിട്ട് റെഡി ആവണം. റെഡിയായി ട്രെയിനിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. 2 കുട്ടികൾ ഇപ്പോൾ കൈ കാണിച്ച് കയറിട്ടോ. 2 ചെറിയ പെൺകുട്ടികളാണ്. അപ്പോൾ ഞാൻ പോരുന്ന വയലിൽ കൈ കാണിച്ച് 20 രൂപയാണ് അവർ തന്നത്. ഞാൻ പോരുന്ന വയലിൽ കൈ കാണിച്ച് അവർ ഞങ്ങളെ സ്റ്റാൻഡിലേക്ക് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ 20ൻ്റെ കാര്യം അവർ പറഞ്ഞിട്ടില്ല കേട്ടോ, സ്റ്റാൻഡിലേക്കാണെന്ന് പറഞ്ഞിട്ടുള്ളൂ. എവിടേക്ക് പോയി, ഏത് സ്റ്റാൻഡ്, ഇവിടെ 2 സ്റ്റാൻഡുണ്ട്, ഏത് സ്റ്റാൻഡിലേക്ക് വെച്ചു. അപ്പോൾ അവർക്ക് ഇടവണ്ണ ഭാഗത്തേക്ക് പോകേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്ന സ്റ്റാൻഡ് വേറെയാണ്. ഞാൻ അവരെ സ്റ്റാൻഡ് കൊണ്ട് വിട്ടു. അവരെനിക്ക് തന്നത് 20 രൂപ. ശരിക്കും അത് കിട്ടേണ്ടത് 30 രൂപയാണ്. പക്ഷേങ്കിൽ ഞാൻ പിന്നെ അവരോട് ചോദിച്ചില്ല പറഞ്ഞാൽ, ഒന്ന് കുട്ടികളാണ്, ശരിക്കും അവരെ തിരുത്തണമായിരുന്നു. ഞാൻ ഇങ്ങനെയാണെന്നുള്ള തിരുത്തണമായിരുന്നു. അത് ഞാൻ ചെയ്തില്ല. പിന്നെ ഇപ്പോൾ എനിക്കെന്തോ ഒരു 20 അവർ കിട്ടിയപ്പോൾ ഞാൻ ആ 20 വാങ്ങിപ്പോയി. അപ്പം എന്തോ പറ്റിയല്ല, സ്റ്റെക്കായിപ്പോയി. അവരെയൊക്കെ 10 കിട്ടാൻ വേണ്ടല്ല, അവരോട് പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു. ഇങ്ങനെ വരുമ്പോൾ 30 രൂപ വരും മക്കളെ. അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയില്ല എന്നുള്ളതൊരു ചെറിയൊരു മോശം ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ബാക്കിയുള്ള ഡ്രൈവർമാരെയും ബാധിക്കൂലേ, പിന്നെ മാത്രമല്ലല്ലോ, അവർ ഇനിയും ഇതുപോലെ തന്നെ പ്രവർത്തിക്കൂല. അപ്പം പിന്നെ അന്നൊരു ഡ്രൈവർ ഞങ്ങളെ കൊണ്ടുവന്ന് വിട്ടത് 20 രൂപയ്ക്കാണല്ലോ എന്ന് അവർ പറയും. അതിനിടെ വരത്തില്ല. അപ്പം ഞാൻ സ്റ്റാൻഡിലാ കാണുന്ന മദീന ഹോട്ടലിൽ പോയിട്ട് ഒരു ചായ കുടിക്കട്ടെ. രാവിലെ നേന്ത്രപ്പഴം പീങ്ങിയതായിരുന്നു കഴിച്ചത്. അപ്പോൾ അതുകൊണ്ട് ആവുമ്പോൾ നിൽക്കൂല, ഞാൻ അവിടെ പോയിട്ട് ചായ കുടിക്കട്ടെ കേട്ടോ. 12:20 നാട്ടിലേക്ക് ട്രിപ്പ് കിട്ടിയപ്പോൾ ഞാൻ നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഇനി ഓടാൻ വേണ്ടി നിൽക്കുന്നില്ല. 1.5 മണിക്കൂർ കഴിഞ്ഞ് പോകണം. എവിടെ ഞാൻ കണ്ടുപിടിച്ചേ. കൊക്ക് പോയിട്ടില്ലല്ലോ, ജലദോഷം പിടിച്ചില്ലേ? ഓ ഇപ്പം റെഡി ആയില്ലേ? ഇപ്പോൾ കുഴപ്പമില്ലല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ. എന്നാൽ പിന്നെ ഒന്ന് കുളിക്കണം. കുളിച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ പോകും കേട്ടോ. ഞാൻ ഇനി പോയാൽ നാളെ വരുള്ളൂ കേട്ടോ. ഞാൻ രാത്രി ഇല്ല, നാളെ വരുള്ളൂ. നാളെ രാത്രി ഞാൻ വേറെ സ്ഥലത്തേക്ക് പോവുക. ഒരാളെ കാണാൻ പോവുക. ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. സ്ഥലത്തിൻ്റെ പേരോ? സ്ഥലത്തിൻ്റെ പേരാണ് കോട്ടയം. കോട്ടേജ് കേട്ടുകളോ? അപ്പോൾ ഞാൻ പോണ സ്ഥലം ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ല. ഞാൻ കോട്ടയത്തേക്കാണ് പോകുന്നത്. എനിക്ക് ട്രെയിൻ ഇവിടുന്ന് ഒരു 3:30-ക്ക് ഒരു ട്രെയിൻ ഉണ്ട് നേരിട്ട് കോട്ടയത്തേക്കാണ്. അപ്പോൾ ഏതാണ്ട് 5 മണിക്കൂറോളം റണ്ണിങ് ഉണ്ട് കോട്ടയത്തേക്ക്. നമ്മളൊരാളെ കാണാൻ വേണ്ടിയിട്ട് പോകണം. നമ്മളെ സുഹൃത്ത് വണ്ടി കൊണ്ടല്ല പോണേ, നമ്മൾ കണ്ടില്ലേ ട്രെയിന്, തീവണ്ടി, അതിനാ പോണേ. ഞാൻ ഇവരെയും കൊണ്ട് പോകാൻ വേണ്ടി പറ്റില്ല. കാരണം അത്രയും ദൂരത്തേക്ക്
വലിയൊരു യാത്ര ട്രെയിനിൽ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഇവർ പോന്നു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാവും. പിന്നെ ആ അപ്പോൾ ഇതൊരു ടൂറായിട്ടൊന്നുമല്ല, ഞാൻ അവരൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. എങ്ങനെയൊക്കെ ഇടയ്ക്ക് ഞാൻ കോട്ടയത്തേക്ക് ഞാൻ തന്നെ ആദ്യമായിട്ടാണ് പോകണം, അതുകൊണ്ട് എനിക്ക് വലിയ പരിചയമില്ല. പിന്നെ ഇത്രയും ദൂരം ഇത്രയും മണിക്കൂർ യാത്ര, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ട്രെയിൻ യാത്രയ്ക്കൊന്നും അവരെ കൊണ്ടുപോകില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മളൊറ്റയ്ക്ക് പോകേണ്ട സ്ഥലത്തേക്ക് നമ്മൾ തന്നെ പോകണം, മറ്റുള്ളവരൊന്നും ഇവരെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. അതിനൊന്നും നിങ്ങൾ കമൻറ്റിൽ വന്നാണ്ട് നിങ്ങൾക്ക് അവരെ കൊണ്ടുപോകുമായിരുന്നു എന്ന് പറയരുത്. ഇതൊന്നും അങ്ങനത്തെ കേസല്ല, അവരെ കൊണ്ടുപോകാൻ പറ്റുന്ന കേസിൽ മാത്രമേ നമ്മൾ കൊണ്ടുപോകുള്ളൂ. അപ്പോൾ പറഞ്ഞ പോലെ അല്ലേ, റെഡി ആയിട്ട് നമുക്ക് ഇറങ്ങാം. റൂമിലെടുക്കാൻ പറ്റൂല വീഡിയോ. ക്യാമറ. അപ്പം ഞാൻ ഏതാണ്ട് റെഡി ആയി തുടങ്ങി. ഇതിൽ ഞാൻ എൻ്റെ ഒരു ഷർട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. ഞാൻ പിന്നെ ഈ ഒരു പാൻറ് ഇട്ടിട്ടുണ്ട്. കോട്ടയം ഒരു ഷർട്ട്, പിന്നെ രാവിലെ കുളിക്കാനുള്ളൊരു മുണ്ട്, ഒരു ക്യാപ്പ്, പിന്നെ ഒരു കോട്ട എടുത്ത് വെച്ചിരിക്കുന്നത് ലാപ്ടോപ്പിൻ്റെ ബാഗാണ്. ലാപ്ടോപ്പ് ഉണ്ട് കയ്യിൽ. ഇത് ചോർന്നോ? ഇല്ല, താക്കുടി ചോർന്നോ? ആയിക്കോട്ടെ. അവൾ സൂര്യൻ്റെ വീട്ടിൽ പോയി ചോറുന്നു. ഞാൻ ചോറിനാട്ടെ, ചോറിനുണ്ടല്ലോ. എത്രയും ചോറ് കണ്ടില്ല എനിക്ക്. ഇതെന്ത് മീനാ? 2 പപ്പടം, പയറ്, പേതറാന്ന് തോന്നുന്നു. അപ്പോൾ അതും കൂട്ടി കഴിച്ചിട്ട് ഞാൻ വരില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇറങ്ങുവാണ്. അഖിൽ വന്നു. ഞാൻ അഖിലിനെ വിളിച്ച്, ഞാൻ പോട്ടെ മുട്ടായി കൊണ്ടുവരാം കേട്ടോ. എന്നൊരു ഉമ്മ ഉണ്ടോ? ഞാനൊക്കൊരു ഉമ്മ. ടാറ്റ അങ്ങനെ ഉണ്ടോ? ഞാൻ പോട്ടോ, ഞാൻ വിളിക്കാം കേട്ടോ. അവിടെ എത്തിയിട്ട് ഞാൻ പോവാ കേട്ടോ. അപ്പോൾ ഞാൻ ഇറങ്ങി. വണ്ടി ചാവിയൊക്കെ എടുത്ത് വെച്ചില്ല, ഒന്നും മറന്നിട്ടില്ലല്ലോ. മറക്കാനൊന്നുമില്ല, ഞാൻ ഒന്നും എടുത്തിട്ടൊന്നുമില്ല. അല്ല അപ്പോൾ അല്ലേ ഇജ് പോരണോ? കോട്ടയത്തേക്ക് പോവാണ്. അഖിലിൻ്റെ വണ്ടിയിലാണ് പോണേ. അഖിലിനാകുമ്പോൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ വാണിയമ്പലത്ത് എത്തി കേട്ടോ. വാണിയമ്പലത്തിന് ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഞാനൊരു യാത്രക്കാരനാണ് കേട്ടോ. നമ്മളെ വണ്ടി കൊണ്ടുവന്നുണ്ടെങ്കിൽ ഇവിടെ കേട്ടോ, പക്ഷേ എങ്കിലും ഒരു ദിവസം ഇവിടെ കടത്തണ്ടേ, റിസ്ക്കാണ് എഴുതിയിട്ടാണ് കേട്ടോ. ഭായിമാരൊക്കെ ഉണ്ട് കേട്ടോ നാട്ടിൽ പോകണവർ. അപ്പോൾ ഏതോ ഒരു ഇങ്ങോട്ട് വരാനുണ്ട്. ഇവിടെ തീവാ മോനെ സെറ്റപ്പാ. പൈസ കിട്ടണേ. ഓക്കെ ബൈ. അപ്പോൾ നമ്മളങ്ങനെ നമ്മളുടെ റെയിൽവേ സ്റ്റേഷൻ, വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ. ഞാൻ 1 മണിക്കൂർ നേരത്തെ കേട്ടോ വന്നിട്ടുള്ളത്. 1 മണിക്കൂർ നേരത്തെയാണ് വന്നിട്ടുള്ളത്. ഞാൻ ഓനെ പൈസ കൈ കൊടുത്താൽ ഞാൻ വാങ്ങില്ല. അപ്പോൾ ഓനെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തേക്കാണ്. കൈ കൊടുത്താൽ എന്തായാലും വാങ്ങില്ല. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മുടെ വണ്ടി. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 2:20, 3:20, 3:30 ട്രെയിനുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷൻ. നമുക്ക് 2 പ്ലാറ്റ്ഫോമാണുള്ളത്. അതിൽ നമുക്ക് വേണമെങ്കിൽ ബ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ അവിടേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ ഇവിടെ ഇടയിലേക്ക് ഇരിക്കും. ഉണ്ടാവും വാണിയമ്പലം നമ്മുടെ തൊട്ടടുത്ത്. വീട്ടിൽ നിന്ന് കറക്റ്റ് 4 കിലോമീറ്റർ ഇല്ല, 3:45. വെള്ളം വേണമെങ്കിൽ കുടിക്കാം, അവിടെ അതിനകത്തിരിക്കാം, ഇവിടെ ഇരിക്കാം. അപ്പോൾ അധികം ആളുകളൊന്നുമില്ല, ട്രെയിൻ വരാനാവുന്നേ ഉള്ളൂ. നല്ലൊരു പ്രകൃതിയായിട്ടാണ് ഈ കിടക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷൻ. ചുറ്റും നല്ല തേക്ക്, അതുപോലെ തന്നെ വലിയ വൃക്ഷങ്ങൾ ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ റെയിൽവേയുടെ സ്ഥലമാണ് ആ സൈഡിലേക്കൊക്കെ ഉള്ളത്. ഗംഭീരമാണ്. അത് ട്രെയിൻ വരട്ടെ. ഇപ്പോൾ റെയിൽവേ ടൈം ആക്കണം 14:23. അപ്പോൾ നമ്മുടെ കറക്റ്റ് തന്നെ കേട്ടോ സമയം, കറക്റ്റ് ടൈമാണ്. ഞാൻ ടിക്കറ്റ് എടുത്തു കേട്ടോ. ടിക്കറ്റ് 90 രൂപയാണ് ഇവിടുന്ന് വാണിയമ്പലം ടു കോട്ടയം വരുന്നത്. 90 രൂപ. ഇവിടുന്ന് ഏതാണ്ട് വാണിയമ്പലത്തിൽ നിന്ന് നോക്കുമ്പോൾ 219 കിലോമീറ്ററാണ് കോട്ടയത്തേക്ക് കാണിക്കുന്നത് കേട്ടോ. ഇവിടെ ഇരിക്കുക. ഞാൻ വെറുതെ അറ്റത്തേക്കൊക്കെ ഒന്ന് പോകുന്നതാണ്. കാരണം ഇവിടേക്കൊക്കെ വന്ന കാലം മറന്നുപോയി. ഞാൻ റെയിൽവേയിൽ ഇപ്പോൾ അടുത്ത് പോയത് അങ്ങാടിപ്പുറത്തേക്കൊരു യാത്രയായിരുന്നു. ഇതൊക്കെ റെയിൽവേയുടെ സ്ഥലങ്ങളാണ്. അവിടെ പഴയ ബിൽഡിങ് കാര്യങ്ങളൊക്കെ അതുവഴി ആ ഭാഗങ്ങളിലൊക്കെ കാണാം. ഇതൊക്കെ കംപ്ലീറ്റ് മരം, ഈ കാട് മൂടി കിടക്കുന്ന അത്ര ഏരിയ. അവിടെ മതിൽ തന്നെ കെട്ടിയിട്ടുണ്ട്. ആ മതിൽ വരെ ഉള്ള ഏരിയ റെയിൽവേയുടെ ആണ്. അതുപോലെ തന്നെ ഈ സൈഡിലും അങ്ങനെ തന്നെ റെയിൽവേയുടെ സ്ഥലങ്ങളാണ്. ആ കാട് മൂടി കിടക്കുന്നതെല്ലാം റെയിൽവേയുടെ സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് ഇവർക്ക്. ഇനിയിപ്പോൾ 2, 3, 4 ട്രാക്ക് പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കാനുള്ള സ്ഥലം ഓൾറെഡി ഇവിടെ കിടപ്പുണ്ട് എന്നുള്ളതാണ്. ഇവിടുന്ന് നഞ്ചങ്ങോട്ടേക്ക് ഈ ഒരു പാത നീട്ടുവാണെങ്കിൽ നിലമ്പൂർ വാണിയമ്പലം
ഈ ഒരു ഏരിയയിലൊക്കെ റെയിൽവേ ട്രാക്കിൻ്റെ എണ്ണവും പ്ലാറ്റ്ഫോമിൻ്റെ എണ്ണമൊക്കെ കൂട്ടേണ്ടി വരും. അപ്പോൾ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ വരും എന്ന് കരുതുക. അതിനൊക്കെ വരണമെങ്കിൽ ആദ്യം നഞ്ചങ്ങോട്ടേക്ക് റെയിൽവേ ലൈന് നീളണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. ഇതെല്ലാവർക്കും ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്, അല്ലാതെ വാണിയമ്പലത്തെ നിലമ്പൂരത്തെയും ആളുകൾക്ക് മാത്രമല്ല ഒട്ടുമിക്ക ആളുകൾക്കും ഗുണം ചെയ്യും. ഏതായാലും ഞാൻ വന്ന് ഇവിടേക്ക് എത്തി. ഇവിടെ എന്തോ ഒരു വർക്ക് എടുക്കുന്നുണ്ട്, അത് കണ്ടാണ്ട് ഇങ്ങനെ പോകുന്നു. പ്ലാറ്റ്ഫോം അങ്ങോട്ട് നീട്ടുന്നൊരു വർക്കാണ് ഇവിടെ നടക്കുന്നത്. ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് പോകുകയാണെങ്കിൽ ഏതാണ്ട് ഈ 1 കിലോമീറ്ററൊക്കെ തന്നെ 230 കിലോമീറ്റർ എങ്ങാണ്ടാണ് കോട്ടയത്തേക്ക് ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ കാണുന്നത്. കോട്ടയം എക്സ്പ്രസ്സിലാണ് പോകുന്നത്. ഇവിടുന്ന് ഏതാണ്ട് 5 മണിക്കൂർ റണ്ണിങ് ഉണ്ട്. 3:30 ട്രെയിൻ എന്നാണ് അവർ പറഞ്ഞത്. എനിക്കറിയാമായിരുന്നു 3:20 ശേഷമാണ് ട്രെയിൻ എന്നുള്ളത്. ഇതിലാണ് വണ്ടി വരിക. അതിൽ ഇവിടേക്കുള്ള സാധനങ്ങൾ, ഈ കല്ലിങ്ങനെ പടുത്തുയർത്താനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നതിൽ അവിടെ ആക്കണ ഒരുപാട് പേര് ചൂണ്ടിടണം. ഇവിടെ എന്തൊരു വെള്ളക്കെട്ടാണ് കേട്ടത്. ഇവിടെ ഈ ഒരു സൈഡിൽ നിറച്ച് വെള്ളക്കെട്ടാണ്, ആ സൈഡിലും ഉണ്ട് വെള്ളക്കെട്ടാണ്. താഴ്ചയുള്ള സ്ഥലമാണ്. അതാണ് വാണിയമ്പലം. എന്നാൽ പിന്നെ ഇവിടുന്ന് ഇനി ട്രെയിൻ വരട്ടെ. ട്രെയിൻ വന്നിട്ട് നമുക്ക് കയറാം, ട്രെയിനിൽ പോവാം. പ്ലാറ്റ്ഫോം കാര്യങ്ങൾ എല്ലാ ഏരിയ നല്ല ക്ലീൻഡാണ്, വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട്. ഈ വൈദ്യുതിയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ വൈദ്യുതീകരിച്ചിട്ടുള്ളൂ, അധികം ആയില്ല. പ്ലാറ്റ്ഫോമിൻ്റെ നീളം കൂട്ടുന്നത് നന്നായിട്ടോ. അപ്പോൾ ഇതാണ് നീളമല്ലാത്ത, അത് അത്യാവശ്യം നീളമുണ്ട്. ആ സൈഡിൻ്റെ അതേ നീളത്തേക്ക് കൊണ്ടുപോവുകയാണത്. അത് നന്നായി. ആ ഒരു കാടിൻ്റെ നടുവിൽ കൂടെ നമ്മളുടെ യാത്ര. ഇങ്ങോട്ടേക്ക് നോക്കിയാലും പതിനാണ് അവസ്ഥ. ആ ഒരു ഭാഗത്തേക്ക്, നിലമ്പൂർ ഭാഗത്തേക്ക് പോകണമെങ്കിലും കാട് തന്നെയാണ്. എന്തായാലും ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം, ഞാനിപ്പോൾ സമയം 2:35 കറക്റ്റ് ഒരു 3-3:30 ആകുമ്പോൾ ട്രെയിനിൽ കയറാൻ വേണ്ടി പറ്റുമെന്ന് കരുതാണ്. ട്രെയിനകത്തുനിന്ന് വീഡിയോ എടുക്കാറുള്ള സൗണ്ടിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും, എന്നാൽ ചില്ലറ ഷോട്ട് കാര്യങ്ങളൊക്കെ എടുക്കാം. എന്നിട്ട് നമുക്ക് കോട്ടയത്ത് പോയി ഇറങ്ങാം. കോട്ടയത്ത് പോയി ഇറങ്ങിയിട്ട് നാളെ തന്നെ ഞാൻ കോട്ടയത്ത് നിന്ന് തിരിക്കും കേട്ടോ. എറണാകുളം നല്ലല്ലോ. നിലമ്പൂർ ഭാഗത്തേക്ക് പോകുന്ന വണ്ടിയാണ്. ഇതിവിടെ ട്രാക്കിൽ കിടക്കും. നമ്മൾക്ക് പോകാനുള്ള വണ്ടി പ്ലാറ്റ്ഫോം 1 വരാം, പ്ലാറ്റ്ഫോം 2. പോകാനായപ്പത്തിന് ആൾ കണ്ടമാനായിട്ടോ. സീറ്റ് ഇടണം, സീറ്റിലൊരു നിർബന്ധമാണ്. പിന്നെ കോട്ടയത്തേക്ക് നമ്മളൊപ്പം വനുണ്ട്. അത് പേരെന്താ? അഷർ. നമ്മളെ സ്റ്റാൻഡിലോടുന്ന കാക്കാൻ്റെ മകനാണ്. കോട്ടയം വരെ ഓനൊപ്പം പോകാൻ പറ്റും. നമുക്ക് വഴി അറിയില്ലല്ലോ കേട്ടോ. വഴി അറിയാത്തതുകൊണ്ടാണ് വരുന്നു നമുക്ക് പോകാനുള്ള വണ്ടി. വലതുകാല് വെച്ച് തന്നെ കയറാം. ഓക്കെ, ഇവിടെ അല്ലേ സീറ്റില്ലേ? വെയിറ്റ് ചെയ്യാം. ഇതിലൊക്കെ ഇഷ്ടം പോലെ സീറ്റ്, അതിലൊക്കെ അങ്ങനെ ഫുള്ള് കാലിയാണ്. ഫുള്ള് കാലിയാണ്. ഇതിലൊക്കെ ഇഷ്ടം പോലെ സീറ്റാ. അടിപൊളിയായിട്ട് അവരില്ലാതെ കുത്തിറക്കണമെങ്കിൽ ഇവിടെ കുത്തിറന്നാൽ മതി. ഇഷ്ടം പോലെ സീറ്റാണ്, ഒരു പേടിയും പിടിക്കണ്ട. കൊള്ളാം. വാണിയമ്പലത്തിൽ നിന്ന് പുറപ്പെട്ടടെ പോവുകയാണ്. എന്നാൽ പിന്നെ ഇനി വരാൻ പോകുന്നത് തൊടുപുറം. പിന്നെ തൊടുപുരമൊക്കെ ഉണ്ട്, എവിടെയൊക്കെ നിർത്തുമെന്ന് അറിയില്ല. നിലമ്പൂരിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു കോട്ടയം എക്സ്പ്രസ് നിലമ്പൂർ കഴിഞ്ഞ് വാണിയമ്പലത്ത് ഒരു സ്റ്റോപ്പുണ്ട്. അത് കഴിഞ്ഞാൽ തൊടികപ്പുലം, തുമ്പൂര്, മേലാറ്റൂര്, പട്ടിക്കാട് എന്നീ സ്റ്റേഷനുകളിലൊന്നും ഈ വണ്ടി നിർത്തുന്നില്ല. സത്യം പറഞ്ഞാൽ അവിടുത്തെ നാട്ടുകാർക്കൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പിന്നെ നിർത്തുക അങ്ങാടിപ്പുറത്താണ്. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് വണ്ടി പോകുന്നത്. ഇവിടെ ഇത്തരം സ്റ്റോപ്പുകൾ ഒഴിവാക്കുന്നത് കൊണ്ട് തന്നെ അവിടെയൊക്കെ നിർത്തുന്ന ആ ഒരു സമയവും ഇവിടേക്കുള്ള ഈ ഒരു യാത്രയിൽ നമുക്ക് ലാഭമുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. ഇത് കാണിക്കുന്ന സ്പീഡ് 82. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, തൊടികപ്പുലം നിർത്തിയുള്ള തൂരാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. നിയർ തൂര് നിർത്തുമെന്ന് അറിയില്ല, തൂര് നിർത്താൻ കഴിയില്ല. ഇത് കാണിക്കുന്നത് അങ്ങാടിപ്പുറത്തേക്ക് നമ്മൾ എത്തുന്ന സമയം എന്ന് പറയുന്നത് 3:53 എത്തുന്നതാണ്. പിന്നെ ഷൊർണൂർ 4:30. കോട്ടയത്തേക്ക് നമ്മൾ എത്തുന്ന സമയം 9:01. 9:01 150 കിലോമീറ്റർ. കൊള്ളാം. ഓക്കെ. ഇന്ന് പൊതുവെ മഴയുടെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ യാത്രയിലും അതുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടൊന്നും ഇതുവരെ ഇല്ല. നമ്മൾക്ക് പോകേണ്ടത് നമ്മൾ 3-4 ജില്ലകൾ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ പല ഭാഗങ്ങളും പല രീതിയിലായിരിക്കും കാലാവസ്ഥ കിടക്കുന്നത്. മഴ പെയ്യാൻ നല്ല സാധ്യത ഉണ്ട്, മഴക്കാലമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടൊന്നും നമുക്ക് നേരിടാതെ
വന്നാൽ മതി എന്നുള്ളത് മാത്രമാണ്. ഏതായാലും വിൻഡോ സൈഡിൽ ഇരുന്നിട്ടുണ്ട്. ഇവിടേക്ക് പുറത്തേക്ക് നോക്കിയിട്ട് കാണുന്ന കാഴ്ചകളൊക്കെ കണ്ടാൽ പോവാണ്. മുമ്പ് ഞാൻ കുറെ കാലം എറണാകുളത്ത് വർക്ക് ചെയ്തിരുന്നു. അന്ന് ഞാൻ ട്രെയിനിനാണ് പോയി വരിക. ആ ഒരു ഓർമ്മകളൊക്കെ പുറത്ത് അങ്ങനെ ഞാൻ ഈ ഒരു വിൻഡോ സീറ്റിൽ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 3:56 ഇപ്പം നമ്മൾ നിൽക്കുന്നത് അങ്ങാടിപ്പുറത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങാടിപ്പുറമാണ്. അങ്ങാടിപ്പുറം അങ്ങനെ അങ്ങാടിപ്പുറത്തിനോട് താൽക്കാലികമായിട്ട് വിട പറയുകയാണ്. ഈ ട്രെയിനിൽ ഞാനും അതുപോലെ തന്നെ മറ്റൊരുപാട് യാത്രക്കാരുണ്ട്. എല്ലാവരും പലതരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്. എല്ലാം നല്ലതിനാവട്ടെ. അങ്ങനെ പോകുന്ന വഴിയിൽ നമ്മൾക്ക് ഇതുപോലത്തെ പുഴകളും ചെറുകിട തോടുകളും മീൻ പിടിക്കുന്നതും മഴക്കാലമായതുകൊണ്ട് മീൻപിടുത്തം നല്ല രീതിയിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല പച്ചയായിട്ട് കിടക്കുന്ന വയലുകള്, നമ്മുടെ തെങ്ങിൻതോപ്പുകള്, നെൽകൃഷിയൊന്നും ചെയ്യാതെ കിടക്കുന്ന നെൽപ്പാടങ്ങള്, ചെറിയ ചെറിയ ക്ഷേത്രങ്ങള്, ആരാധനാലയങ്ങൾ എല്ലാം നമ്മൾക്ക് ഈ ഒരു റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണാൻ വേണ്ടി പറ്റും. ഈ മഴക്കാലം ആയതുകൊണ്ടാണോ അറിയില്ല, വല്ലാത്തൊരു പച്ചയാണ് ഈ ഒരു ടൈമിലുള്ളത്. നല്ല പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഈ ഒരു പാടത്തിനുണ്ടോ ലൈറ്റായിട്ട് ഒരു മഞ്ഞ കൂടി കയറി വന്നിട്ട് നല്ല ഭംഗിയായിരിക്കും നോക്കാൻ. അപ്പോൾ അതാണ് ഈ ഭാഗം ഒന്ന് ഞാൻ കട്ട് ചെയ്യാതെ വെച്ചിട്ടുള്ളത്. കാരണം എനിക്ക് തന്നെ അതിലിങ്ങനെ പോകുമ്പോൾ ഈ ഒരു കാഴ്ച കാണുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. നമ്മളുടെ ഒരു നമ്മുടെ അതായത് ഗ്രാമീണ ഭംഗിയിൽ നമ്മൾ ഏറെക്കുറെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാഗമുള്ള ഈ പാടങ്ങളൊക്കെ. അങ്ങനെയെങ്കിൽ ഞാനൊരു അടുത്തൊരു ട്രാക്കുമായിട്ട് ഞങ്ങൾ ജോയിന്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ഏരിയ ആണത്. ഇവിടെ നിന്ന് നമ്മൾ മറ്റൊരു ട്രാക്കുമായിട്ട് ജോയിന്റ് ആവും. ആ ഒരു ട്രാക്കിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഏതൊരു അറ്റത്തേക്ക് പോകാൻ വേണ്ടിയിട്ടും പറ്റും. ഞങ്ങളുടെ ഈ ട്രാക്കിൽ പോയി കഴിഞ്ഞാൽ നിലമ്പൂർ പോയിട്ട് ഈ ട്രാക്ക് അവസാനിക്കുകയാണ്. പക്ഷേ എങ്കിൽ ആ കാണുന്ന ട്രാക്ക് ഈ ട്രാക്കിൽ പോയി കഴിഞ്ഞാൽ അങ്ങാകില് ഡൽഹി, കാശ്മീര് ആ ഭാഗങ്ങളിലൂടെയൊക്കെയുള്ള യാത്ര നടക്കും. അങ്ങനെ ഇന്ത്യയുടെ നാലാന ഭാഗത്തേക്ക് ആ ഒരു ട്രാക്കിൽ കയറി കഴിഞ്ഞാൽ എത്താൻ വേണ്ടിയിട്ട് പറ്റും. ഞങ്ങൾ വന്ന ട്രാക്കിൽ അതിനുള്ള സൗകര്യമില്ല. ഞങ്ങൾ വന്ന ട്രാക്കിൽ നമ്മളുടെ നിലമ്പൂർ വന്നാൽ ഞങ്ങളുടെ തേക്കിൻനാട് കാണാനും അതുപോലെ തന്നെ അവിടെ നല്ല മനുഷ്യരെ പരിചയപ്പെടാൻ പറ്റും. അത് ഇനി ഈ ഒരു ട്രാക്കിലൂടെ നമ്മൾക്ക് ഈ പറഞ്ഞ ഏരിയകളിലേക്കൊക്കെ ഇന്ത്യൻ്റെ ഏറ്റവും നെറുകയിലേക്കൊക്കെ പോകാൻ വേണ്ടി പറ്റണമെങ്കിൽ നഞ്ചങ്ങോട് പാത അത് യാഥാർത്ഥ്യമാകണം. എന്നാൽ മാത്രമാണ് അതിന് സാധ്യമാകുക. അത് അധികം വൈകാതെ തന്നെ യാഥാർത്ഥ്യമാകട്ടെ. ഇതിലൊരു ഗുഡ്സ് പോകുന്നുണ്ട്. അപ്പോൾ ഇതിലെന്താണ് തിരക്കെന്നറിയില്ല. ആ ഏട്ടൻ തന്നെ ഒരു നോട്ടം, ഒരു വല്ലായ്മയിലുള്ള നോട്ടം. എന്തായാലും നമ്മൾ ഷൊർണൂർ എത്താനായിട്ടുണ്ട് കേട്ടോ. ഷൊർണൂർ എത്താനാവുമ്പോഴാണ് നമുക്ക് ഈ ഒരു ട്രാക്ക് വന്നെത്തുന്നത്. മറ്റേതോ ഒരു ട്രെയിന് വരുന്നുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഗുഡ്സ് ട്രെയിൻ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെന്ന് അറിയില്ല. ഇവിടെ വെയിറ്റിങ്ങിലാണ്. ഏതാണ്ട് ഒരു 5 മിനിറ്റോളം ഇവിടെ വെയിറ്റ് ചെയ്ത്. അങ്ങനെ നമ്മുടെ കോട്ടയം എക്സ്പ്രസ് ഷൊർണൂർ ജംഗ്ഷനിലേക്ക് മന്ദം പാഞ്ഞെടുക്കുകയാണ്. ഷൊർണൂർ ജംഗ്ഷനിലേക്ക് എത്തുന്ന ആ ഒരു സമയത്ത് എന്താ പറയുക, ട്രാക്കുകളുടെ എണ്ണം ധാരാളമായിട്ട് വർദ്ധിച്ചു. ഒരുപാട് ജോലിക്കാരുണ്ട്. ഒരുപാട് പേര് പലതരത്തിൽ പല രീതിയിൽ എന്തൊക്കെയോ പണികളിലാണ്. അതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഞാൻ എൻ്റെ ശ്രദ്ധ ആ ഒരു ബോർഡും ആ ഒരു ഷൊർണൂർ കൃത്യമായ രീതിയിൽ വീഡിയോയിൽ റെക്കോർഡ് ആവുണ്ടോ എന്നുള്ളതായിരുന്നു. എന്തായാലും ഷൊർണൂരൊന്നും നമ്മൾ ഇറങ്ങുന്നില്ല. ഇവിടെ ഏതാണ്ട് അരമണിക്കൂറോളം വണ്ടി പിടിച്ചിടും എന്നാണ് ഞാൻ അറിഞ്ഞത്. നോക്കാം നമുക്ക് എത്ര പോകുന്നത്. ഒരു കാപ്പി ഷൊർണൂർ അപ്പം നമുക്ക് ആകെ കച്ചവടക്കാരെ കൊണ്ട് അടി ഇവിടെ. ഷൊർണൂർ ഇറങ്ങിയില്ല എന്ന് പറയണ്ട, ഷൊർണൂർ ഇറങ്ങിയിട്ടുണ്ട്. ആ ഭാഗത്തേക്കൊക്കെയാണ് പ്ലാറ്റ്ഫോമില്ല. നമ്മുടെ പോകിന് ഇതാണ്. അതിൽ കയറണം. വണ്ടി എടുക്കാനായി തോന്നുന്നു. ഓർണടിക്കുന്നുണ്ട്. വണ്ടി എടുക്കാനായി കയറാം. വേറെ ഒന്ന് ഇറങ്ങിയതാണ്. പ്ലാറ്റ്ഫോം നമ്പർ 4 വന്ദേ ഭാരത് വരുന്നുണ്ട്. കാണാൻ വേണ്ടി കഴിയില്ല. പ്ലാറ്റ്ഫോം നമ്പർ 4 അങ്ങോട്ട് ആ ഭാഗത്തേക്കാണ്. അവിടെ ഇപ്പോൾ നമുക്കൊരു നോക്കിയാൽ പോലും കാണില്ല. നമ്മളിവിടെ ലാസ്റ്റ് രണ്ടാമത്തെ 3ാമത്തെ ഫ്ലാറ്റിലാണ്. അവസാന പ്ലാറ്റ്ഫോം നമ്പർ ഇവിടെ എവിടെയും കാണില്ല. ഞാൻ കുറേ നോക്കുന്നുണ്ട്. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 6ലാണ്. അപ്പോൾ ഇത് പ്ലാറ്റ്ഫോം നമ്പർ 5. അപ്പോൾ 4 അതാണ് 4. അപ്പോൾ അതൊക്കെയാണ് വരിക. വന്ദേ ഭാരത് എപ്പോഴും വരിക അറിയില്ല. നമ്മൾ പോയിട്ടാവും മിക്കവാറും. വന്ദേ ഭാരത് നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ലടേ. നമ്മൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല ആ ഒരു സാധനത്തിന്. നമ്മൾ പോവാം. നമ്മൾ യാത്ര തിരിച്ചു. മൺസൂൺ കാലത്ത് പലയിടങ്ങളിലായിട്ട് പെയ്യുന്ന മഴത്തുള്ളികൾ ചാലുകളായിട്ടും തോടുകളായിട്ടും പുഴയായിട്ടും ഈ ഒരു ഭാരതപ്പുഴയിലേക്ക് വന്ന് പതിച്ച് ഒരു ഭാരതപ്പുഴ കര കവിഞ്ഞൊഴുകുന്ന ഒരു കാഴ്ചയാണ്. എൻ്റെ അഭിപ്രായത്തിൽ
വലിയ വെള്ളം ഇല്ല എന്നുള്ളതാണ്. ഇതിനേക്കാൾ വെള്ളം പൊന്തും, പക്ഷേ ഒരുപാട് വെള്ളമൊന്നും പൊന്തിയിട്ടില്ല. പക്ഷേ വണ്ടി അത്യാവശ്യം വെള്ളമുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ഇതിനേക്കാൾ വെള്ളം പൊന്തും. അതുകൊണ്ട് മഴ മേൽഭാഗത്തേക്കും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വെള്ളത്തിന് നല്ല കറക്കമുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് നോക്കിയിട്ട് ഒരു വെള്ളം ഇങ്ങനെ തിളച്ച് മറിയുന്നത് പോലെ, അതായത് ഞങ്ങളുടെ നാട്ടിൽ പറയാൻ അടികൊണ്ടാണ് ഇതിങ്ങനെ തിളച്ച് മറിയുന്നത്. പക്ഷേ എങ്കിൽ കാഴ്ച പുഴയുടെ ഭംഗി നല്ല ഭംഗിയാണ്. നല്ല രീതിയിൽ നമ്മൾ കാണുന്നത് അറബിക്കടലിൽ ക്ഷീണിച്ച് അവരെ കൊണ്ടുപോകും. ഞങ്ങൾ തന്നെ കോട്ടയം ക്ഷീണിച്ച് അങ്ങനെ യാത്ര തിരിച്ച് മണിക്കൂറുകൾക്ക് ശേഷം തൃശ്ശൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. തൃശ്ശൂരിൽ നിന്ന് നമ്മളെ ഇനി യാത്ര വീണ്ടും ആരംഭിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. തൃശ്ശൂർ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോ കേട്ടോ. അതായത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ, ഞാൻ ഇറങ്ങണമെന്നില്ല, ഇവിടെ ഒന്ന് വണ്ടി നിർത്തും, സ്റ്റോപ്പ് ഉണ്ട്, നിർത്തിയ ആളുകൾ ഇറങ്ങി കയറും. ആ ഒരു ടൈം മാത്രമേ നിർത്തുള്ളൂ, ഓവർ ടൈമൊന്നും ഇവിടെ ഇല്ല. ഷൊർണൂരിൽ ഏതാണ്ട് അരമണിക്കൂറോളം നിർത്തും. നമ്മൾ റിട്ടേൺ വരുമ്പോൾ എന്തായാലും നമ്മൾക്ക് തൃശ്ശൂർ ഒന്ന് ഇറങ്ങേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ട്രെയിനിൻ്റെ കാര്യത്തിൽ അങ്ങനത്തെ ഒരു ഇടപ്പോഷം ഉണ്ട്. എന്തായാലും അതൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ചെങ്ങന്മാർ അങ്കമാലിയിലാണ്. അങ്കമാലിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങി കയറി കേട്ടോ. കാപ്പിക്കാരൻ പോകുന്നത് കാപ്പി വേണ്ട, കാപ്പി കുടിച്ചു. ഒരു വന്ദേ ഭാരതിന് വേണ്ടിയിട്ട് പൊടിച്ചിട്ടതായിരുന്നു. പക്ഷെങ്കിൽ ഞാൻ നീച്ച് വന്നപ്പോഴേക്കും വന്ദേ ഭാരതിൻ്റെ പോയി. ആകെ ഇരുടായി, അങ്കമാലിയൊക്കെ ഫുൾ ടൈറ്റായി. സിഗ്നൽ കൊടുത്ത് തുടങ്ങിയിട്ടാണ്, വണ്ടി ഇപ്പോൾ എടുക്കും പോവാ. അപ്പോൾ സമയം എന്ന് പറയുന്നത് 7:20 കഴിഞ്ഞു. 7:20 കഴിഞ്ഞിട്ടാ അങ്കമാലിയോടും വിട പറഞ്ഞു. ചായക്കാരങ്ങനെ ശല്യം ചെയ്തിട്ട് ഞാനങ്ങോട്ട് പോകാം. അങ്കമാലിയിൽ നിന്നും നമ്മളങ്ങനെ യാത്ര തിരിച്ച് ആലുവയിൽ എത്തിയിട്ടുണ്ട്. ആലുവ ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ചും കൂടി പോന്നപ്പോഴാണ് മെട്രോ പോകുന്നുണ്ട്. നമ്മുടെ തലയ്ക്ക് മേലെ കൂടെ മെട്രോയിൽ യാത്രക്കാർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു ലൈറ്റ് വണ്ടി ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണുന്നു. മെട്രോ സ്റ്റേഷൻ എത്തിയിട്ട് വണ്ടി പറ്റിയില്ല. എന്താ പോകുന്നു വന്ദേ ഭാരത്, എന്തായാലും സ്പീഡ് ഇല്ല, വരുമ്പോക്ക് നമ്മൾ പോയിക്കൊണ്ടൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മൾ പോകുന്നത് അറിയണമെന്നല്ല, അത് വരുമ്പോക്ക് വല്ലാത്തതി ഉണ്ടാവും. നമ്മൾ റണ്ണിങ് തന്നെയാണ്. ഇപ്പോൾ എറണാകുളത്ത് എത്തിയപ്പോൾ ബോഗിങ് ഫുൾ കാര്യമായിട്ട് മക്കളെ. തൃപ്പൂണിത്തറ ഇനി കോട്ടയത്തേക്ക് ഒരുപാട് ദൂരം 9:30 ആവുക എത്താൻ വേണ്ടിയാണ്. ഏതാണ്ട് മൊത്തമായിട്ടും ബോഗിങ് കാലിയായി. ഏറ്റുമാനൂരെത്തി. അടുത്ത സ്റ്റോപ്പ് കോട്ടയമാണ്. സമയം കാണില്ല, 9:21. ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത്. ആ ഭാഗത്താണ് സ്റ്റേഷനുണ്ട്. പ്ലാറ്റ്ഫോം പക്ഷേ ഈ സൈഡാണ്. ഏതായാലും ഇനി ഇവിടെ നിന്ന് കോട്ടയത്ത് നിന്ന് എന്തെങ്കിലും കഴിക്കണം, വിശക്കുണ്ട്, കഴിച്ചിട്ട് വെച്ചാൽ അവിടുന്ന് ഒരു ഓട്ടോ പിടിക്കണം, റൂം കിട്ടണം, എന്തൊക്കെ പരിപാടി ഉണ്ട് ചെയ്തിട്ട്. കോട്ടയത്തിൻ്റെ മണ്ണിലേക്ക് നമ്മൾ കലർത്ത് വെച്ചിട്ടുണ്ട്. കോട്ടയം റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു ലോഡ്ജ് കിട്ടണം, നോക്കട്ടെ, തപ്പട്ടെ. താഴത്തേക്ക് നോക്കിയിട്ട് വല്ലതും കാണണ്ടോ? ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് സ്റ്റേഷനിൽ. കഴിക്കാം, പുറത്തേക്ക് ഇങ്ങനെ പോയോണ്ട് നിൽക്കാം. റെയിൽവേ സ്റ്റേഷനിലെ ഓട്ടോ സ്റ്റാൻഡ് അതാണ് കോട്ടയത്തിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഇട്ടാ. ഉടുപ്പി പ്യൂർ വെജ് ഭക്ഷണം കഴിക്കാനുള്ള ഹോട്ടലുണ്ട്. ഞാൻ ലോഡ്ജ് അവിടെ ഒന്നും ഉണ്ടായിരുന്നു, സ്റ്റേഷൻ നേരെ മുന്നില്ല, അപ്പോൾ അതില്ല. ഇവിടെ അതാണ് ബിനോ ലോഡ്ജ് കാണും. ബിനോ ലോഡ്ജിൽ നോക്കാം നമുക്ക്. പിന്നെ സഫ റെസിഡൻസി ഉണ്ട്, AC ആൻഡ് നോൺ AC. അതിക്കൊന്നും പോണ്ട, നമുക്ക് ഇതിലേക്കൊരു കൂറ ലോഡ്ജ് മതി. ബിനോ ലോഡ്ജ് സ്റ്റെപ്പ് കയറി പോകണം തോന്നുന്നു. ആർക്ക് പോയിട്ട് റൂം തരില്ല, അറിയാമോ? പോയോട്ടെ. ഒരു 500-600 റുപ്യൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് കിട്ടും. പറ്റുവാണെങ്കിൽ ഒന്ന് കുടിക്കണം, ഫുഡ് കഴിക്കണം. അത് നമ്പർ എത്ര? 23, 22. അങ്ങനെയാണ് 23, 24, 23. ഓ, ഇങ്ങനെ ഒരു പെട്ടിക്കൂട്ടിലാണല്ലോ വാഹനങ്ങൾ. ഇതൊക്കെയാണ് മക്കളെ. അടിപൊളി, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമുക്ക് റൂം പറഞ്ഞാൽ കയറിയ റൂമിൻ്റെ അവസ്ഥ നോക്കാം. ഈ ഒരു ഡബിൾ ബെഡിനാണ് 600 രൂപ. കൊള്ളാം, എന്തായാലും കുഴപ്പമില്ല. ടോയ്ലറ്റൊക്കെ എന്താ അവസ്ഥ? നമ്മളെ നാടിനല്ലേ തീശ്വര.
ഇതിനൊക്കെ നല്ല നമ്മളെ വണ്ടൂർ കിട്ടുട്ടോ കാര്യം പറയാം. പിന്നെ എനിക്കൊന്ന് കിടന്നുറങ്ങിയാൽ മതി. എൻ്റെ പരിപാടികളൊക്കെ രാവിലെ ഒന്ന് ഫ്രഷ് ആയാൽ മതി. 15 ഓക്കെയാണ്. ഈ ഫാനൊക്കെ വർക്ക് ചെയ്യുമോ ഉണ്ട് കേൾക്കാം. കറങ്ങുന്നുണ്ട്. ഒരുപാട് നേരം അന്വേഷിക്കാൻ വൈകി. കാരണം ഇപ്പം തന്നെ 10 മണിയായി. 10 മിനിറ്റ്. അല്ലാന്നാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇതിനൊക്കെ നല്ല റൂമൊക്കെ 100-100 രൂപ കിട്ടുമായിരിക്കും, 500 രൂപ കുറഞ്ഞ് കിട്ടുമായിരിക്കും. പക്ഷേ നമുക്കൊരു ബെഡ്ഷീറ്റ് അയാൾ തരേണ്ടി വരും. അത് ഞാൻ പോയി വാങ്ങാം. എന്നാൽ പിന്നെ ഞാൻ ബാഗൊക്കെ കൂടെ വെച്ച് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വരാം. സംഭവം ചേട്ടൻ കളറാക്കിട്ടോ. ചേട്ടപ്പോൾ വന്നാണ്ടേ ഇവിടുത്തെ ഏട്ടപ്പോൾ വന്നാണ്ട് കളറാക്കി തന്നതാണ്. ഞാൻ കഴിഞ്ഞ യാത്രയിൽ നമ്മൾ റൂം എടുത്തിരുന്നോ? ഇല്ല, ഫുള്ളായിട്ട് വണ്ടി കിടന്നൊക്കെ റൂം എടുത്തിട്ടില്ല. ഞാൻ റൂമിലൊക്കെ കിടന്നതാണ് ഓട്ടോ ലൈഫ് ചെയ്തപ്പോൾ ഉത്തർപ്രദേശിലാണെന്ന് തോന്നിയിട്ട് വണ്ടീൻ്റെ മോട്ടർ കംപ്ലൈൻ്റ് ആയിട്ട് അങ്ങനത്തെ ഒരു ഫീലിങ്. പക്ഷേ ഈ റൂമിൽ ഇതൊന്നും നടക്കൂല കേട്ടോ. നമ്മളെന്താ വെച്ചാൽ റൂം എടുക്കലേ അതാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ ഈ റൂം പറ്റൂലെന്നല്ല. നമുക്ക് ഇങ്ങനെയൊക്കെ പോരുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു വണ്ടി റൂമൊന്നും ശീലമല്ലോ. അതിൻ്റെ വണ്ടി തന്നെ കിടന്ന് ശീലമായിരുന്നു. അത് കുഴപ്പമില്ല. ഞാൻ ഇവിടെ താഴത്തൊരു തട്ടുകടുണ്ട്. എൻ്റെ ഫോണിലാണെങ്കിൽ ചാർജ് നിൽക്കാത്തൊരു ഫോണാണ് ഞാൻ രാജസ്ഥാനിൽ നിന്ന് വാങ്ങിയത്. രാജസ്ഥാനിൽ നിന്ന് കിട്ടിയതാണല്ലോ. ഇത് ആരുടെയെങ്കിലും ചിലപ്പോൾ ആരെങ്കിലും കട്ടുകൊണ്ടുപോയി കൊടുത്തതിനേക്കാരം അങ്ങനെയൊക്കെ ഏതൊരു പാവത്തിൻ്റെ ചിലപ്പോൾ കളവ് പോയതൊക്കെ ഇക്കാരം. അത് എന്തൊക്കെയായാലും ഞാൻ ആ ഫോണിൽ ചാർജ് തന്നെ നിൽക്കൂല. ഒരു ദിവസം ഫുൾ ചാർജ് ആക്കിയിട്ടാണ് ഞാൻ ഉച്ചയ്ക്ക് പോരുന്നത്. അതിന് ചാർജ് ആവാൻ തന്നെ പണിയാണ്. ഇപ്പോൾ കുത്തിച്ചാൽ ചിലപ്പോൾ ഒരു 3-4 മണിക്കൂറൊക്കെ എടുക്കും ഫുള്ളാവണം. എന്നിട്ട് ആ ഫോണ് രാവിലെ ഉച്ചയ്ക്ക് ഫുൾ ചാർജ് ആക്കി ഞാൻ പോന്നിട്ട് ഇപ്പോൾ 1%. ഞാനിവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുമ്പോൾ 2%, ഇവിടെ വന്ന് നോക്കുമ്പോൾ 1% ചാർജ് ചെയ്യും. അതാണ് ആ ഫോണിൻ്റെ ഒരു അവസ്ഥ. ഇതിൻ്റെ ബാറ്ററിയും കഴിഞ്ഞു തുടങ്ങി. ഇത് തന്നെ ബാറ്ററി ഇവിടെ ഉണ്ട്. എന്തായാലും ഞാൻ ബാറ്ററി എടുത്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല നമുക്ക് ചാർജിങ് ബോക്സ് കാര്യങ്ങളൊക്കെ ലാപ്ടോപ്പ് എടുത്തിട്ടുണ്ട്. എഡിറ്റ് ചെയ്യണ്ടേ, ഞാനിവിടെയാണ് എന്നുള്ള രീതിയിൽ എഡിറ്റ് ചെയ്യാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഉറങ്ങണമെങ്കിൽ ടൈം ആവില്ലേ, കുറച്ച് കഴിഞ്ഞിട്ടല്ല നമ്മൾ ഉറങ്ങും. 10 മണി ആയിട്ടുള്ളൂ. എന്തായാലും ഒരു 1 മണിയൊക്കെ ആകുമ്പോഴേക്കും ഉറങ്ങിയാൽ മതി. ആ നേരം വരെ ഫ്രീ ആണ്. നല്ല രീതിയിൽ സ്വസ്ഥമായിട്ട് എഡിറ്റ് ചെയ്യാം. വീട്ടിലാണെങ്കിൽ സ്വസ്ഥമായിട്ട് കേട്ടോ. ഞാൻ കരുതാണ്. എന്നാൽ പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാം പോലെ. ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എവിടെ ഒരു തട്ടുകട എന്തോ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കഴിക്കാം. ഇതാണോ അത്? പൊറാട്ടയും ചിക്കൻ കറിയാണ്. പക്ഷേങ്കിലേ എൻ്റെ അഭിപ്രായം ഞാൻ പറയാം കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഭക്ഷണം കഴിച്ചത്. ഹോട്ടൽ ആര്യ സാമ്രാട്ട്. കേട്ടോ, ഒരു കുപ്പി വെള്ളം വാങ്ങിയിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിക്കുമ്പോൾ എലിയൊക്കെ കാലിലോട്ട് കൂടെ പോയി. എന്താ അവസ്ഥ ചെയ്തിട്ട് നമ്മുടെ ലോഡ്ജ് അത് അവിടെയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ എലിയൊക്കെ കാലിലോട്ട് കൂടെ പോയി. പിന്നെ അതിൻ്റെ ചിക്കൻ കറിയാണെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേങ്കിൽ ചിക്കൻ മുട്ട റോസ്റ്റ്, അത് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് നമ്മൾ റോസ്റ്റ് ആക്കില്ല, മുട്ട റോസ്റ്റ്, അതുപോലത്തെ റോസ്റ്റാണ് കിട്ടിയത്. ഏതായാലും അതിനെ ഒരു ചിക്കൻ കറി എന്നാണ് പറയുന്നതെന്നാണ് പറഞ്ഞത്. എന്നാൽ പിന്നെ നമ്മൾ ജില്ല വിട്ട് മാറിപ്പോന്നല്ലേ, അപ്പോൾ അതിൻ്റെ മാറ്റം ഉണ്ടാവും. റൂമൊക്കെ എത്തി മക്കളെ, റൂമൊക്കെ എത്തി. ഭക്ഷണത്തിൻ്റെ പറയുകയാണെങ്കിൽ നമ്മൾ ജില്ല വിട്ടതിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ പൊറാട്ട വലിയ പൊറാട്ട കുഴപ്പമൊന്നുമില്ല. അടിയുണ്ടല്ല, പൊറാട്ടൻ്റെ ഒരു അടിയുണ്ട്, അടി കുറവാണ്. പിന്നെ ഞാൻ പറഞ്ഞത് ചിക്കൻ കറിയല്ലേ ഇതിന് വേറെ എന്തോ ഒരു പേരുണ്ടാവും. ഇത് ചിക്കൻ കറിയിൽ പെടുത്താൻ വേണ്ടി പറ്റില്ല. ചിക്കൻ കറി പറഞ്ഞാൽ ഇങ്ങനെ കറിയാവൂലേ, അങ്ങനെയല്ലേ. ഞാൻ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ എടുക്കാൻ കടക്കാരെന്താ പറയുക അറിയില്ലല്ലോ. നമ്മളെ മലയാളികളായതുകൊണ്ട് തമിഴ്നാട്ടിൽ പുറത്തൊന്നല്ല നമ്മളുള്ളത്, ജില്ല മാറിയിട്ടല്ലേ ഉള്ളൂ. എന്തായാലും കോട്ടയത്ത് നമ്മളുണ്ട്. ഇന്ന് ഈ ഒരു നിമിഷം നാളെ ഞാൻ കോട്ടയത്തുണ്ടാവും. കോട്ടയത്തേക്ക് എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ അടുത്ത വീഡിയോയിൽ പറയാം. കാരണം നാളെ ഉള്ളൂ. ഇപ്പോൾ അത് വന്നതിനാൽ വല്ല അർത്ഥം ഉണ്ടെങ്കിൽ നാളെ ഉള്ളൂ അറിയാം. അപ്പോൾ അത് നാളത്തെ വീഡിയോയിൽ പറയാം. ഇന്നപ്പോഴത്തെ പരിപാടി ഇപ്പോൾ തീർന്നു. ഇനിയിപ്പോൾ ഞാനൊന്നുമില്ല, ലാപ്ടോപ്പ് ഉണ്ട്. ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് ഇത് എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഇനി പരിപാടിയുള്ളത്. അപ്പോൾ അത് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ ചാച്ചു. രാവിലെ ഒരു 8-9 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ അതിന് കണ്ടുള്ള പരിപാടിയൊക്കെ നോക്കട്ടെ. എന്നാൽ പിന്നെ പറഞ്ഞ പോലെ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ ഇപ്പുറത്ത് ഉള്ള ലോഡ്ജിലാണുണ്ട്. ഓക്കെ, അങ്ങനെ പറഞ്ഞ വഴി ഒരു വീഡിയോ ജോയിൻ അപ്പ് ചെയ്യാനാണ് തൻ്റെ വീഡിയോ. നാളെ വരെ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.